അപ്പോൾ അന്ന് ആദ്യമായിട്ട് എന്നെ തളർത്തി കളഞ്ഞൊരു സംഭവം പുള്ളി ഞാൻ മേലോട്ട് കയറി ചോദിക്കുന്ന ഒരു ചോദ്യം, അച്ഛൻ മരിച്ചു കിടക്കുവാണ് താഴെ. ഇവരാണ് എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചോണ്ടൊക്കെ കൊണ്ടുവരുന്നു, പപ്പ മരിക്കുന്നു, പപ്പ മരിച്ച കാര്യങ്ങളൊന്നും അറിയിക്കാതെ തന്നെ കൊണ്ടുവരുന്നൊക്കെ ഇവരാണ് കാറിലൊക്കെ കയറിയത്. പക്ഷെ അപ്പോഴും പ്രശ്നങ്ങളുണ്ട്. മരിച്ച സ്ഥിതിക്ക് അപ്പം നമ്മളൊന്നും താഴേക്ക് പോകണം. എന്റെ ഓഫീസിലുള്ളവർക്ക് കുറെ അറിയാം എന്റെ ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ട് കല്ല്, കാരണം അവർക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. ഞാൻ ചെല്ലുന്നതൊക്കെ ഞാൻ പ്രിയപ്പെട്ടവൾ തന്നെയാണ്. അപ്പോൾ ഞാൻ മേലോട്ട് കയറി ചെല്ലുമ്പോൾ പുള്ളി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇന്ന് ഞാനത് മറക്കില്ല. പിന്നെ ഞാൻ എത്ര ദിവസം ലീവ് എടുക്കണം? എന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു. എന്റെ ലോകം കീഴ്മേൽ മറിഞ്ഞൊരു ദിവസത്തിൽ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ എത്ര ദിവസം ലീവ് എടുക്കണോ? ഞാൻ മരവിപ്പില്ല നിൽക്കുന്നത്, എനിക്ക് ഫീലിങ്സ് ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ചെയ്. അതായത് ഞാൻ അവരുടെ മൂത്ത കുട്ടിയാണ്, അവരുടെ പ്രിയപ്പെട്ട മകൾ. എന്റെ പ്രിയപ്പെട്ട ഫാദർ താഴെ മരിച്ചു കിടക്കുന്നത് അൺഎക്സ്പെക്ടഡ്ലി. എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ലീവ് എടുക്കണോ, എത്ര ദിവസത്തേക്ക് എടുക്കണം? ഇതൊക്കെ പുള്ളിക്ക് വിവേകത്തോട് ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് 32 വയസ്സുണ്ട് ആ സമയത്ത്. പുള്ളി ആ വീട്ടിലെ മൂത്ത മകനാണ്. അവർക്ക് അച്ഛനും അമ്മയും ഉണ്ട്. അച്ഛനും അമ്മയ്ക്കും അത്യാവശ്യം പ്രായമുണ്ട്. ഇങ്ങനെയുള്ള അവരെന്തുകൊണ്ട് അങ്ങനെ ചോദിക്കും? അതിനുശേഷം ആ വീട്ടിലെ ചടങ്ങുകൾക്കൊക്കെ പുള്ളി കൂടിയോ ഇല്ലയോ എന്ന് എനിക്ക് പറഞ്ഞിട്ട് മരുമകൻ എന്ന നിലയിൽ ചെയ്യുന്ന ചടങ്ങുകളൊന്നും പുള്ളിയുടെ വീട്ടുകാരും ചെയ്തിട്ടില്ല. ഹിന്ദു ആചാരപ്രകാരം കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, മറ്റുള്ളവർ പറഞ്ഞാണ് ചെയ്യിക്കുന്നത്. അപ്പം അത് അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ കടന്നുപോയി. അതിനുശേഷം അടിയന്തരം 40 ദിവസമൊക്കെ കഴിഞ്ഞ് പുള്ളി പതുക്കെ വരൽ നിൽക്കുന്നു. പിന്നെ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പുള്ളി ഒരു ദിവസം ചെക്കപ്പിന് പോകുന്ന സമയത്ത്, പ്രഗ്നന്റ് ആണല്ലോ, നിനക്ക് വീട്ടിലേക്ക് വന്നു നിന്നൂടെ? എന്നോട് ചോദിക്കും, നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ പപ്പയെക്കാളും നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്, 10-12 വയസ്സ് ഡിഫറൻസ്. അപ്പോൾ അവർ ചെറുപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ കളർ ഡ്രസ് ഇടുകയും ഏറ്റവും സ്മാർട്ടായിട്ട് നടക്കുകയും ഒരു ടീച്ചറാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ഉള്ള സ്ത്രീയാണ് എൻ്റെ അമ്മ. വളരെ ആക്റ്റീവാണ്. പപ്പ ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അമ്മയാണ് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അതുപോലെ വളർത്തിയ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവര് ട്രോമയിലേക്ക് പോകാൻ മൂത്തമളെന്നതിൽ എനിക്ക് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവിടെ സ്ട്രോങ് ആകണം. ഞാൻ അവിടെ സ്ട്രോങ് ആയി. ബേസിക്കലി ഇൻസൈഡ് ഒരു ദൈവം എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ഒരു സിറ്റുവേഷൻ അതുവരെ ഞാൻ ഭയങ്കര ഭയപ്പാടിലായിരിക്കും. പക്ഷെ ആ പോയിന്റ് വന്നു കഴിയുമ്പോൾ എനിക്ക് എവിടുന്ന് ഒരു പവർ കിട്ടും. പെട്ടെന്ന് എൻ്റെ കണ്ണീരൊക്കെ അകത്തോട്ട് പോകും. ഞാനൊരു സ്ട്രോങ് വുമൺ ആയിട്ട് മാറും. പിന്നെ അപ്പൊ അങ്ങനെ ആ ഒരു മൊമെന്റിൽ പുള്ളിയോട് ഇരിക്കാൻ, വീട്ടിലേക്ക് വന്ന് നിൽക്കി, കുഞ്ഞിന്റെ ആരോഗ്യത്തിന് അതാ നല്ലത്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ വിട്ട് ഞാൻ ഇവിടത്തും വരില്ല. അവര് എന്നെ പ്രസവിച്ചു വളർത്തി പൊന്നുപോലെ കെട്ടിച്ചുവിട്ടൊരു സ്ത്രീയാണ്. അവരിവിടെ തളർന്നു കിടക്കും. എന്റെ ആങ്ങളെ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് മെച്ചുവേർഡ് ആയിട്ടില്ല. എന്നെക്കാളും 1-2.5 വയസ്സിന് ഡിഫറൻസ് ഉള്ളെങ്കിൽ പോലും അത്രേ ഉള്ളൂ. ആ സമയത്താണ് പറയുന്നത്. അപ്പൊ അല്ല, എനിക്ക് ആ സമയത്ത് 28 വയസ്സുണ്ട്, അവൻ 25 വയസ്സ്. ആ സമയത്ത് എന്നാലും വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അവൻ അങ്ങനെ വളർന്ന ചെല്ലക്കുട്ടിയായിരുന്നു വീട്ടിലെ. അവനപ്പോ ജോലി കിട്ടി, അവൻ ഗൾഫിൽ പോയി, പ്ലേസ്മെന്റ് കിട്ടി, ഗൾഫിൽ പോയി അവധിക്ക് വന്ന സമയം. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പ്രശ്നങ്ങളായി. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് ചെല്ലത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ ഇവർക്ക് എൻ്റെ പ്രസവം എങ്ങനെയാണ്? അപ്പോൾ പ്രസവം ഞാൻ മെഡിക്കൽ കോളേജിലാണ്. അത് വലിയൊരു ട്രോമയായിരുന്നത്. അത് ഞാൻ പിന്നീട് ഒരു എപ്പിസോഡിൽ പറയാം. അത് കുറേ ഉണ്ട് പറയാനായിട്ട്. അത്രയും ദാരുണമായ ഒരു ട്രോമയായിരുന്നു. എന്താ സംഭവിച്ചത്? മെഡിക്കൽ കോളേജില് നമ്മളെ ഒരിക്കലും മെഡിക്കൽ കോളേജിൽ നമ്മൾ പ്രസവം ഓപ്റ്റ് ചെയ്യരുത്. പ്രസവം ഓപ്റ്റ് ചെയ്താൽ അത്രമാത്രം ഹീനമായ, അതായത് അവിടുത്തെ ബാത്റൂമുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഗർഭിണിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ബാത്റൂമുകൾ. ലൈറ്റ് ഇല്ല, വൃത്തിയുള്ള വെള്ളം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ്. വണ്ടാനം മെഡിക്കൽ കോളേജ് ഒരുപാട് അലിഗേഷൻസ് കിടക്കുന്ന ഒരു ഹോസ്പിറ്റലും കൂടിയല്ലേ. വളരെ മോശമായിട്ട് ഡോക്ടർമാരുൾപ്പെടെ ഉൾപ്പെടെ ഞാൻ അവിടുത്തെ എന്നെ സ്പെഷ്യലായിട്ട് ചികിത്സിച്ചൊരു ഡോക്ടറുടെ വാക്കുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പോയത്. അത് ശരിയാണ്, ഡോക്ടർ ചികിത്സയൊക്കെ അടിപൊളിയാണ്. പക്ഷെ സൗകര്യങ്ങളും അവിടുത്തെ അറ്റൻഡർമാരുടെ നഴ്സുമാരുടെയും ബിഹേവിയർ പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ശരിക്കും അനുഭവിച്ചു. എന്റെ ഒരു പോസ്റ്റ്മോർട്ടം സിൻഡ്രോം ഉണ്ടാകാൻ പോലും കാരണം ഈ വണ്ടാനം മെഡിക്കൽ കോളേജാണെന്ന് ഞാൻ പറയും. അവരുടെ പെരുമാറ്റം, എൻ്റെ കുഞ്ഞിനോട് പോലും എനിക്ക് സ്നേഹം തോന്നിയിട്ടില്ല. ആ പോയിന്റിൽ ഒരു 6 മാസം കഴിഞ്ഞാണ് അത് എൻ്റെ മോളാണ് എന്ന് പോലും ഞാൻ സ്നേഹത്തോടെ പോലും എന്നെ ചേർത്ത് പിടിക്കുന്നതല്ല. അത്രത്തോളം അനുഭവിച്ചു. അത് പിന്നെ അതുകൂടാതെ ഈ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള ഡിറ്റാച്ച്മെന്റ്, പുള്ളി വിളിക്കുകയോ വന്ന് കാണുകയോ ഒന്നും ചെയ്യത്തില്ല. എല്ലാത്തിനും കുറ്റം. വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ വീടൊരു മരണം നടന്ന വീടാണ് എന്നൊരു പരിഗണന വേണ്ട. അവരെ ഒന്നും ചെയ്യേണ്ട, പൈസ ആയിട്ടൊന്നും സഹായിക്കേണ്ട, വേറെ ഒന്നും വേണ്ട, അതൊക്കെ നമ്മൾ നോക്കിക്കോളാം. പക്ഷെ ഒരാളെന്ന നിലയിൽ മകളാണ് വയറ്റിൽ ഉദരത്തിൽ കിടക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള ഞാൻ പുള്ളിയോട് പിന്നീടുള്ള എൻ്റെ ജീവിത സന്ദർഭങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്നെ സ്ത്രീയായിട്ട് പരിഗണിക്കണ്ട, നിന്നെ ഞാൻ സ്ത്രീയായിട്ട് കണ്ടിട്ടില്ലെന്ന് അയാൾ പലവട്ടം എന്നെ മുഖത്ത് നോക്കി പറഞ്ഞു. എൻ്റെ കൂടെ കിടന്നിട്ട് അയാളുടെ മകളുടെ അമ്മയായിട്ട് അയാൾ എന്നോട് പലവട്ടം മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ സ്ത്രീയായിട്ട് പരിഗണിച്ചിട്ടില്ല എന്ന്. ആ വൃത്തികെട്ടവൻ ഈ സ്വന്തം മകളുടെ അയാളുടെ മകൾക്ക് ജന്മം നൽകിയ ഒരു അമ്മ എന്ന ഒരു പരിഗണന അത് ഞാൻ അർഹിക്കുന്നില്ലെന്ന് ഞാനോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലും തരാതെ 2.5 വർഷം ഞങ്ങളെ അബൻഡൻ ചെയ്തു അയാൾ.